നമസ്കാരം. ഞാൻ സാജൻ, ചക്കരയമ്മ സാജൻ. നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷം കൂടി കഴിഞ്ഞു. അഭിമാനപൂർവ്വം ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന ദിവസമാണ് കഴിഞ്ഞത്. ആഗസ്റ്റ് 15 എന്നും നമ്മളുടെ സിരകളിലോടുന്ന അഭിമാനം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് എത്രയോ കാലമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്വാതന്ത്ര്യമായിരുന്നു ബ്രിട്ടീഷുകാരൻ നേടിത്തന്നത്. അത് ആരൊക്കെയായിരുന്നു, എന്തൊക്കെയായിരുന്നു എന്നുള്ളത് രാഷ്ട്രീയക്കാർ ഇപ്പോൾ ഒരു വിവാദമാക്കിയിട്ടുണ്ട്. കാരണം വന്ദേ മാതരം പാടണമെന്നും അതല്ല വേറെ നമ്മുടെ ദേശീയ ഗാനം വേറെ രീതി പാടിയാൽ മതി, ജനഗണമന പാടിയാൽ മതി എന്നും. തമിഴ്നാട്ടിലാണെങ്കിൽ തായ് മൊഴി എന്നുള്ള തായ് അവിടുത്തെ അമ്മയെക്കുറിച്ചുള്ള ഒരു പുകഴുന്ന പാട്ടുണ്ട്. അതാണ് സാധാരണ അവിടെ വയ്ക്കുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിൽ. അപ്പോൾ ഇപ്രാവശ്യം മാത്രം എന്തോ ഒരു രീതിയിൽ തായ് മൊഴി അല്ല ഈ വന്ദേ മാതരം ഫുള്ളായിട്ട് പാടണം എന്ന് പറയുന്നത്. ജനഗണമന നമ്മുടെ സോങ്, നാഷണൽ സോങ് കുറച്ചല്ലേ ഉള്ളൂ, മറ്റേത് കുറച്ച് കൂടുതലുള്ളത് കൊണ്ടാണ് കുറയ്ക്കുന്നതെന്ന് പറയുന്നത് കേട്ടോ. അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് എനിക്കറിയില്ല. ഞാൻ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും കണ്ടുള്ള ഇതേ ഉള്ളൂ. ഏതായാലും നമുക്കൊരു സ്വാതന്ത്ര്യം നമ്മൾ മനോഹരമായിട്ട് ആഘോഷിച്ചു. ഞാനിപ്പോൾ പറയാവുന്നത് സിനിമയെക്കുറിച്ചാണ്. അപ്പോൾ സിനിമയെക്കുറിച്ച് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നസീർ സാറിൻ്റെ ഒരു ബന്ധുവുണ്ട്. ഒരു നടനായിട്ട് അഭിനയിക്കാനായിട്ട് അദ്ദേഹം മദ്രാസിൽ എത്തിയാണ്. സുമുഖനായ ഒരു 6 അടി പൊക്കമുള്ള ഒരാൾ, ബഷീർ എന്നാണ് പേര്. തിരുവനന്തപുരത്ത് പാളയം പള്ളിയുടെ എതിരിലെ താജ് ഹോട്ടൽ എന്നൊക്കെ നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ്, സുമുഖനാണ്, നിർമ്മാതാവാണ്, ഒക്കെയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം നസീർ സാറിനെ കുറിച്ച് ഇപ്പോൾ ഈയിടെ ഒരു സംഭവം പോസ്റ്റ് ചെയ്തിരുന്നു. അത് ഞാൻ പിന്നീട് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ നസീർ സാറിനെ കുറിച്ച് ആദ്യം ഒരു മുഖവുര പറയണമല്ലോ. ഞാനും എൻ്റെ ചെറുപ്പകാലത്ത് ഒരു ഭയങ്കര സിനിമാ പ്രേമിയാണ്. അത് ഇന്നാരെന്നില്ല. അത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ചില ആൾക്കാർക്ക് ഇന്നാരാവണം എന്നൊരാഗ്രഹം ഉണ്ടാവുമല്ലോ. സാധാരണ കൊച്ചിലെ പറയും എനിക്ക് ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം എന്ന് അതേ പറയാൻ അറിയാവുള്ളൂ. ഡോക്ടർമാർ പലരും അവരുടെ മക്കൾ ഡോക്ടർ തന്നെ ആകണം എന്ന രീതിയിൽ അവർക്ക് ട്രെയിനിങ് കൊടുത്ത് പഠിപ്പിച്ചാക്കിയെടുക്കും. എന്നാൽ മറ്റങ്ങനെ ആരും പ്രത്യേകിച്ച് ചെറുപ്പത്തിൽ പറയുന്നവരല്ല ആയി വരുന്നത്. അവർ ചില ഫ്യൂച്ചറിൽ അവർ ടെക്നീഷ്യൻസായിട്ട് മാറും, ITIയിൽ പോകും. പിന്നെ എഞ്ചിനീയറിംഗ് സെക്ഷൻ, എഞ്ചിനീയറിങ്ങിൻ്റെ പല വിഭാഗം ഉണ്ടല്ലോ. ഇപ്പോൾ MBA ആയി, അത് കഴിഞ്ഞിപ്പോൾ AI ആയി. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇപ്പോൾ മാറി മാറി ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിലുള്ള ടെക്നിക്ക് വളരെ പുരോഗമിച്ചുകൊണ്ട് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നതല്ല വലുതാകുമ്പോൾ നമ്മളായി മാറുന്നതെന്നുള്ളത് നമുക്കറിയാം. ചെറുപ്പത്തിൽ എനിക്കൊരാഗ്രഹം, ഞാൻ ഈ സിനിമ കാണുന്ന ഏതാണ്ട് എനിക്ക് തോന്നുന്നൊരു 8 വയസ്സ് പ്രായത്തിൽ ഞാൻ സിനിമ ഒറ്റയ്ക്ക് പോയി കാണാൻ തുടങ്ങി. ഞങ്ങളുടെ വീടിനടുത്താണ് അഞ്ചൽ ജയമോഹൻ തിയേറ്റർ. അവിടെ പോവും, ഒരു 20 പൈസ കൊടുത്താൽ ടിക്കറ്റ് എടുക്കും, മണ്ണിലിരുന്ന് കാണും പടം. പ്രേംനസീർ ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ടല്ലോ. മാത്രമല്ല എനിക്ക് എൻ്റെ ഓർമ്മയാണെങ്കിൽ പ്രേംനസീർ ഷീല അഭിനയിച്ച കാട്ടുമൈന എന്നൊരു സിനിമയാണ് എൻ്റെ മനസ്സിലെന്നും നിൽക്കുന്നത്. അതിൽ SP പിള്ളയുണ്ട്, പ്രേംനസീറുണ്ട്. അദ്ദേഹം ഒരു കാട്ടിൽ പോകുന്നതും അവിടെ ഷീല പണ്ട് മെല്ലാൻഡിൽ അഭിനയിച്ചിരുന്ന ശാന്തി, മെല്ലാൻഡിൻ്റെ പടമാണത്. അവർ കണ്ടുമുട്ടുന്നതും പ്രേമവും ഭയങ്കര രസമുള്ള പടമാണെന്ന് കാട്ടുമൈന. എത്ര പ്രാവശ്യം ഞാൻ കണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ തുടർച്ചയായിട്ട് പ്രേംനസീർ അഭിനയിക്കുന്ന സിനിമകളും സത്യൻ, ശാരദ, പിന്നെ ഒരുപാട് ഉഷാനന്ദിനി, സത്യൻ, അങ്ങനെയുള്ള ഒരുപാട് പടങ്ങളുണ്ട്. തോക്കുകൾ കഥ പറയുന്ന പടം, കുറേ സിനിമകളുണ്ട്, പിന്നെ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഈയിടെ ഞാൻ പഴയ ഒരു നസീർ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ, നമ്മുടെ പഴയ ഒരു അന്തരിച്ച നടൻ കൈലാസ് നാഥ് എന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയ അഭിനേതാവായ ഒരു കൈലാസ് എല്ലാ സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം പണ്ട് നടത്തിയ നസീർ സാറിൻ്റെ ഇൻ്റർവ്യൂ, അത് ഞാൻ നസീർ സാറിൻ്റെ ആ ഇൻ്റർവ്യൂ നസീർ സാർ പറയുന്നത് ഞാൻ ഇതിലിപ്പോൾ പോസ്റ്റ് ചെയ്യാം. ഞാനിതുവരെ ഒരു 90 നായികമാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതെ. അതിൽ അംഗീകരിക്കപ്പെട്ട ഒരു സിനിമ നിർണ്ണായകനക്ക് വളരെ ബുദ്ധിമുട്ട് നമ്മൾ സഹിച്ചു. ഈ സ്റ്റാർഡം ഈസ് നോട്ട് ദി ബെഡ് ഓഫ് റോസസ് എന്ന് പറയും. ഞാനും ഷീലയും 110 പടങ്ങളാണ് നായകനും നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. 60 പടങ്ങൾക്ക് മേലെ. അതെ. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ഫിലിംസ് ആൻഡ് ഫീൽസ് എന്നൊരു ബുക്ക് അവർ അടിച്ചിട്ടുണ്ട്. ഇത്രയും പടങ്ങൾ അഭിനയിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ MD വാസുദേവൻ എഴുതിയ ഒരു പടമുണ്ട്, ഇരുട്ടിന്റെ ആത്മാവ്. ആ വേലായുധൻ. അതാ വേലായുധൻ എന്ന് വെച്ചാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള റോളാണ്. ഞാൻ സാധാരണ അന്നൊക്കെ ഈ മരചുറ്റി പ്രേമത്തിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ. അതാ നായികം പിടിച്ചുകൊണ്ട് ഇങ്ങനെ മരത്തിന് ചുറ്റും ഓടുന്നതാണെന്ന്. അന്നത്തെ പടങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു. കാരണം ആൾക്ക് കാണുന്നത് അതാണ് ഇഷ്ടം, കൂടുതൽ ഔഡിയേറ്റും അടിയും പിടിയൊക്കെ ഉള്ള കമേഴ്ഷ്യൽ വാല്യൂസ് ഉള്ള പടം. അതിൻ്റെ ഇടയ്ക്കാണ് ഈ പടം വന്നത്, ഈ പിന്നെ ഇരുട്ടിൻ്റെ ആത്മാവ് ഇങ്ങനെ എന്നെ ക്ഷണിച്ചെന്ന് ആദ്യം ഞാൻ ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഇത് എങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യുന്ന റോളല്ലല്ലോ എന്ന് പറഞ്ഞാൽ അവരിൽ 2 പടം നിർബന്ധിച്ചു. MDയും
അതിൻ്റെ ഡയറക്ടർ മിസ്റ്റർ പി ഭാസ്കരൻ. രണ്ടുപേരും വളരെ നിർബന്ധിച്ചില്ല, നസീറിന് അത് പറ്റിയ ഒരു ആക്ടിങ് സ്കോപ്പും ഒരു ആക്ടർ എന്നുള്ള പേരെടുക്കാനും പറ്റിയ ഒരു പടമാണ് ഇത് കളയരുതെന്ന് പറഞ്ഞു. അതിന് ഓൾ ഇന്ത്യ സർട്ടിഫിക്കറ്റ് മെറിറ്റ് കിട്ടിയതിന്. അങ്ങനെ അത് വലിയ ഉപേക്ഷണം ഉണ്ടാക്കിയ പടമാണ് ആ കാലഘട്ടം. ഞാനൊരു 22 അവസാനം 23 തുടക്കത്തിലാണ് വന്നത്. എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് വന്നതല്ല. അന്നത്തെ കാലഘട്ടത്തിൽ എപ്പോഴും കമേഴ്ഷ്യൽ പടങ്ങളായിരുന്നു കൂടുതൽ എടുത്തുകൊണ്ടിരുന്നത്. ഈ കാലഘട്ടം അങ്ങനെ തന്നെ, കമേഴ്ഷ്യൽ പടങ്ങളിൽ എപ്പോഴും കാശ് കിട്ടും. തിയേറ്ററിൽ ആട് കൊണ്ടുപോകണമെങ്കിൽ കമേഴ്ഷ്യൽ പടങ്ങൾ വേണം. വളരെ ആർട്ടിസ്റ്റിക്കായിട്ടും ആർട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ അതിൽ കളക്ഷൻ കുറച്ച് കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് പലരും പേടിച്ച് മാറി നിൽക്കുന്നത്. ഞാൻ ആ കാലഘട്ടത്തിലും നല്ല പടങ്ങൾ അഭിനയിക്കണം, നല്ല റോള് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഞാനും മിസ്റ്റർ സത്യനും കൂടെ പറയാറുണ്ട്. ഞാൻ മിസ്റ്റർ സത്യനോട് ചോദിക്കും, മിസ്റ്റർ സത്യൻ നിങ്ങൾക്ക് മാത്രം നല്ല റോളിൽ കിട്ടുന്നല്ലോ. ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ അനുഭവിച്ചെങ്കിലും ഒന്നാമത് അതിന് ഒരു ഈശ്വരാധീനവും ഒരു ഭാഗ്യവും പിന്നെ കഠിനാധ്വാനവും ഇതൊക്കെ ഇതിനാവശ്യമാണ്. അതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഈ നിലയിൽ വരാനൊക്കും. കഠിനാധ്വാനം ഇല്ലാതെ നിങ്ങൾക്ക് ഒരു രംഗത്തും നിങ്ങൾക്ക് ശോഭിക്കാൻ സാധ്യമല്ല. ഞാൻ വളരെ ഡിസിപ്ലിൻഡ് ആയിരുന്നു ഇതുവരെ സിനിമയിൽ. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും ഇവിടെ പോയാലും ശരി. ഇതുവരെയുള്ള എൻ്റെ ആ ദിനചര്യകളിൽ അത് എനിക്ക് പറയാനുള്ളത്, ആദ്യമായിട്ട് നിങ്ങളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക. അതിന് എക്സർസൈസ് എന്ന് പറയുന്നത് വേണം. പിന്നെ മനുഷ്യൻ്റെ പെരുമാറ്റം, നമ്മൾ ഒരു സെറ്റിൽ ചെന്നാൽ നമ്മൾ വലിയ ആർട്ടിസ്റ്റാണെന്നുള്ള ഫീലിംഗ് ഒന്നും കാണിക്കാതെ എല്ലാവരോടും സ്നേഹമസന്നമായിട്ട് പെരുമാറുക. അപ്പോൾ കേട്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ പരിശ്രമം അത്യാവശ്യമാണ് ഏതൊരു തൊഴിലിനും. അതായത് ദിനചര്യയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഏറ്റവും വലിയ കാര്യമാണ് നമ്മൾ കറക്റ്റ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഇത്ര സമയത്ത് പങ്ക്ച്വലായാണ് ഇരിക്കുന്നതെങ്കിൽ ആ ദിവസം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അന്നത്തെ കാലത്തൊക്കെ മലയാള സിനിമ ചെറിയ ബഡ്ജറ്റ് എടുക്കുന്നതല്ലേ, അതിന് 3 കാൾ ഷീറ്റ് എന്ന് പറയും. സാധാരണ 8 മണിക്കൂറാണ് ഒരു പ്രവൃത്തിയുടെ ദിവസം എന്ന് പറയുന്നെങ്കിൽ സിനിമാക്കാർ രാവിലെ 7 മണി തൊട്ട് 1 മണി വരെ, രാവിലെ 7 തൊട്ട് 1 വരെ ഒരു കാൾ ഷീറ്റ്, പിന്നെ 2 തൊട്ട് രാത്രി 9 വരെ അടുത്ത കാൾ ഷീറ്റ് വെച്ചാൽ CAL കാൾ ഷീറ്റ്, പിന്നെ വീണ്ടും തീർക്കാനായിട്ട് 2 തൊട്ട് പുലർച്ചെ 5 വരെ വീണ്ടും അടുത്തപ്പോൾ ഒരു ദിവസം 24 ഡേയ്സിൽ 3 ടൈംസിൽ വർക്ക് ചെയ്യുന്ന കാൾ ഷീറ്റ്. അങ്ങനെയാണ് 10 ദിവസം 12 ദിവസം കൊണ്ട് ചെറിയ ബഡ്ജറ്റിൽ സിനിമ എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഷീലാമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മടുത്തു എന്ന്. കാരണം രാവിലെ എഴുന്നേൽക്കുന്നു, നേരെ പോകുന്നു സ്റ്റുഡിയോയിലേക്ക്, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ട് വേറെ സ്റ്റുഡിയോയിലേക്ക്, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കഴിഞ്ഞ് വേറെ സ്റ്റുഡിയോയിലേക്ക്. ചിലയിടത്ത് ലുങ്കിയും ഒരു ബ്ലൗസും, ചിലയിടത്ത് പഴയ കീറി പഠിച്ച സാരിയും ഒരു ബ്ലൗസും. മിക്കവാറും അന്ന് ഈ പാവപ്പെട്ട പെണ്ണിനെ പണക്കാരെ സ്നേഹിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ പാവപ്പെട്ടവനെ പണക്കാരെ സ്നേഹിക്കുന്നതായിട്ടുള്ള കഥകളൊക്കെയാണല്ലോ ഫാമിലി കഥകൾ. അപ്പോൾ ആ രീതിയിൽ വ്യത്യസ്ത വേഷം കണ്ട, പ്രത്യേകിച്ച് പ്രച്ഛന്നമായ വേഷങ്ങളൊന്നും ഇന്നത്തെ പോലെ ഇന്ന് മമ്മൂട്ടിയോ മോഹൻലാലോ ഒക്കെ വേഷം മാറി പല്ല് വെളുപ്പിച്ച് പല്ല് കറുപ്പിച്ച് മുഖം വെച്ച് ബ്രഹ്മയുഗമൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങനെ ഒരു വലിയ നടനൊക്കെ രൂപമാറ്റമില്ല, അന്ന് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അത് നസീർ സാർ എടുത്തു പറഞ്ഞു. ഇത്രയും ഞാൻ സിനിമ ഇൻ്റർവ്യൂ ചോദിച്ച ആളിനോട് പറയുകയാണ്, ഞാനൊരു കമേഴ്ഷ്യൽ സിനിമയുടെ ആളാണല്ലോ, അതുകൊണ്ട് മരചുറ്റി പ്രേമം, ഓട്ടം ചാട്ടം അതൊക്കെയാണ് കുറച്ച് ഇടി ജനങ്ങളെ ആസ്വദിപ്പിക്കുക. കാരണം ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ വിഷമങ്ങളൊക്കെ അനുഭവിച്ചു വരുന്ന ചില ആൾക്കാരെ നമ്മൾ അല്പസമയം രസിപ്പിക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ് പടങ്ങൾ എൻ്റെ മനസ്സിൽ ക്ലാസ് പടങ്ങൾ ഇഷ്ടമാണെങ്കിലും ഞാൻ അതല്ല കൂടുതൽ പ്രിഫർ ചെയ്തത്. കുറച്ച് ചിരിപ്പിക്കുക, കുറച്ച് പ്രേമം, പിന്നെ കുറച്ച് ഓട്ടം ചാട്ടം, അങ്ങനെ ഒന്നുകിൽ ശുഭപര്യവസാനി, അപൂർവ ചില ചിത്രങ്ങളിൽ ദുഃഖപര്യവസാനി. ആ സമയങ്ങളിൽ പുള്ളി പറഞ്ഞ് ഞാൻ വില്ലൻ വേഷവും ചെയ്തിട്ടുണ്ട്. അതിന് കള്ളിച്ചെല്ലമ്മ, ഒരു സാധു സ്ത്രീയായ ഷീലയുടെ കഥാപാത്രം നസീർ വിവാഹിതനും കുട്ടികളോടുള്ള ഒരാൾ വന്നിട്ട് ഇവരെ കല്യാണം കഴിക്കാമെന്നൊക്കെ പ്രലോഭിപ്പിച്ച് പോകുന്നൊരു വില്ല കഥാപാത്രമാണ്. അതുപോലെ നസീർ സാർ ചെയ്തിട്ടുണ്ട് അഴകുള്ള സലീനയിൽ ഭയങ്കരമായൊരു വില്ലനാണ്. അത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ല. കാരണം നസീർ സാറിൻ്റെ രീതി കാണുമ്പോൾ നമുക്കത് ആ രൂപത്തിലൂടെ അത്ര അങ്ങോട്ട് വില്ലനിസം തോന്നുന്നില്ല. അതാണ് അന്ന് ആ കാലത്ത് അങ്ങനെയായിരുന്നു. ഒരിക്കൽ നസീർ സാറ് സത്യൻ മാഷോട് ചോദിച്ചിട്ടറിയാം, അല്ല പക്ഷേ എനിക്ക് നിങ്ങൾക്ക് നല്ല നല്ല കഥാപാത്രം കിട്ടുന്ന സിനിമകൾ കിട്ടുന്നുണ്ടല്ലോ, എനിക്ക് എങ്ങനെ കിട്ടുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത്രേ, നിങ്ങൾ ചെറുപ്പമല്ലേ, നിങ്ങളുടെ മുഖവും രൂപവും ഒക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു പ്രേമമൊക്കെ അഭിനയിച്ചെടുക്കുന്ന ഒരു യുവാവായിട്ടുള്ള അതല്ലേ ഈ സങ്കല്പം യുവാക്കളുടെ. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് പ്രായമൊക്കെ ആകുമ്പോൾ എന്നെ പോലുള്ള വേഷങ്ങളൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, സമാധാനപ്പെടും, ഇതല്ലേ നല്ലത്, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ സത്യം മാഷ് നസീർ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. അത്രയും ശരിയല്ലേ? അത് വളരെ അദ്ദേഹത്തിൻ്റെ ഉപദേശം നല്ല. അന്നൊക്കെ വെച്ചാൽ ഈ പരസ്പരം ഭയങ്കരമായിട്ടുള്ള ബഹുമാനവും സ്നേഹവുമാണ് താരങ്ങൾ. ഇന്നത്തെ പോലെ ഫാൻസിൽ വെട്ടിക്കീറുന്ന സ്വഭാവമൊന്നുമില്ല. ഈ നമ്മുടെ ഇപ്പോഴത്തെ നമ്മളെ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഉണ്ടല്ലോ, ഭയങ്കര സ്നേഹമാണ്, അവർ നല്ല സഹോദര ബന്ധമാണ്. പുറമേയുള്ള ഫാൻസുകാർ പറയുന്നതൊന്നുമല്ല. അവിടെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഇടയ്ക്ക് നമ്മുടെ താജ് ബഷീർ, നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ബന്ധു പറഞ്ഞിരുന്നു, ഷീലയ്ക്ക് പ്രേംനസീറിനോട് ഭയങ്കര പ്രണയമായിരുന്നു. പക്ഷേ
പ്രേംനസീർ മനഃപൂർവ്വം അത് ഒഴിവാക്കുമായിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ വ്യക്തമായിട്ടത് പ്രതിപാദിക്കുന്നുണ്ട്. സംഭവം വേറൊന്നുമല്ല. ഒന്നാമത് നസീർ സാറ് അറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ ലാളിത്യം, ജീവിതം, കുടുംബസ്നേഹം, പരോപകാരം, മറ്റുള്ള ആൾക്കാരെ സമീപിക്കുമ്പോൾ അവരെ സഹായിക്കുന്ന രീതി ഒക്കെ നസീർ സാറിനെ കുറിച്ച് അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് ഭാര്യയും 4 മക്കളും, 3 പെൺമക്കളും 1 ആണും കുട്ടിയും, നല്ലപോലെ കുടുംബം നടത്തിക്കൊണ്ട് പോകുന്നു. ആ സമയത്താണ് നമ്മുടെ വേൾഡ് ഗിന്നസിൽ പേര് വന്ന 110 സിനിമകളിൽ ഒരേ നായകനും നായികയും പ്രേംനസീർ, ഷീല ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ അവർ പേര് വന്ന ആളാണ്. അപ്പോൾ ആ സമയത്ത് ഷീലയ്ക്ക് സ്വാഭാവികമായിട്ട് പ്രേംനസീറിൻ്റെ പ്രണയം ഉണ്ടായിരുന്നുവെന്നും വിവാഹം കഴിക്കാൻ അഭ്യർത്ഥിച്ചിരുന്നൊക്കെ അദ്ദേഹത്തിൻ്റെ റൈറ്റപ്പിൽ ഞാൻ കണ്ടു. അപ്പോൾ നസീർ സാറ് അത് എന്തോ ഈ കുടുംബസ്നേഹം കാര്യങ്ങളുണ്ട് മനഃപൂർവ്വം അത് പിണക്കാതെ ഒഴിവാക്കിയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ മാത്രമല്ല, തീർച്ചയായിട്ടും ഷീലാമ്മയാണെങ്കിൽ നല്ലൊരു അഭിനേത്രിയാണ്, അവർക്ക് നല്ല കുടുംബജീവിതം കിട്ടും. അവരെ വിവാഹം കഴിക്കാനാണെങ്കിൽ ലക്ഷങ്ങളിൽ ക്യൂ നിൽക്കുന്നൊരു കാലം ആര് വേണം? ഷീലാമ്മയുടെ സൗന്ദര്യത്തിൻ്റെ മുന്നിൽ നമ്മളെന്നെ അന്തം വിട്ട് കണ്ടുകൊണ്ടിരിക്കില്ലേ. നസീർ സാറിൻ്റെ ആണെങ്കിൽ ഭാര്യയും 4 കുട്ടികളുമുണ്ട്. അപ്പോൾ അവരുടെ അന്നത്തെ അദ്ദേഹത്തിനോടുള്ള സ്നേഹം ഒരു പ്രണയമായി മാറിയിരിക്കാം എന്ന് കരുതുന്നു. ഷീലാമ്മ ഇപ്പോഴും ഉടുത്തൊരുങ്ങി സർവ്വ ആഭരണ വിഭൂഷിയായി വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നോക്കും. ഞാൻ ഷീലാമ്മയായിട്ട് 2 അസിസ്റ്റൻ്റ് ഡയറക്ടർ അസോസിയേറ്റ് ആയിരിക്കുമ്പോൾ 2 പടം ഇറക്കിയിട്ടുള്ളൂ. ഒന്ന് ശങ്കരൻ നായർ സാറിൻ്റെ ഗുരുനാഥൻ ഡയറക്റ്റ് ചെയ്ത പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ, അതിൽ മധുസാറായിരുന്നു. പിന്നെ ഒന്ന് ഞാൻ ചെയ്തത് അതിൽ മധുസാറായിരുന്നു, കാവിലമ്മ, K&K പ്രൊഡക്ഷൻസ്, നമ്മുടെ ആറ്റിങ്ങിൽ ആലങ്കോടുള്ള പ്രൊഡ്യൂസേഴ്സായിരുന്നു. ഈ 2 ചിത്രങ്ങളെ ഞാൻ ഷീലാമ്മയോടൊപ്പം ഇറക്കിയിട്ടുള്ളൂ. അത് പിന്നീട് ഇത് പ്രേംനസീർ സാറും ഷീലാമ്മയും തമ്മിൽ എന്തോ സ്വരച്ചേർച്ചയില്ലായ്മ വരികയും ഒരിക്കലും ഷീലാമ്മ പറഞ്ഞു ഉദയ സ്റ്റുഡിയോ തന്നെ, അവരുടെ പടങ്ങളിലാണല്ലോ കൂടുതൽ അഭിനയിക്കുന്നത്, മെല്ലാൻ്റെ ഉദയ, ഞാൻ ഇനി പ്രേംനസീറിനോടൊപ്പം അഭിനയിക്കില്ല എന്ന്. ഞാനത് 10 പടം വായിച്ചതാണ്. ഏതായാലും അവർ കുറച്ചാൾ അകന്നു വന്നു. നസീർ സാർ പിന്നെ വിജയശ്രീയുമായിട്ട് മാത്രം, നസീർ സാർ ആരുമായിട്ട് അഭിനയിച്ചാലും പടം ഹിറ്റാണ്. വിജയശ്രീ പിന്നെ ഈ ഷീലാമ്മയായിട്ട് അഭിനയിക്കുന്നതിന് മുമ്പ് പാടാത്ത ഭയങ്കര അവകാശികളൊക്കെ അഭിനയിച്ചു മിസ്കുമാരി, എന്തോത്ര ഓടിയ പടങ്ങളാണ് അതെല്ലാം. നസീർ സാർ ആരോട് അഭിനയിച്ചാലും ശരി പടം ഓടും. ചില പടങ്ങൾ പരാജയപ്പെടാം, അത് വേറെ കാര്യം. അപ്പോൾ അതുപോലെ വിജയശ്രീ വന്നു, പിന്നെ ജയഭാരതി, പിന്നെ അതുപോലെ ആ കാലത്ത് തന്നെ ശാരദാമ്മയായിട്ട് ഒരുപാട് പടങ്ങൾ അഭിനയിച്ചു. മിക്ക പടങ്ങളും ഹിറ്റാണ്. പിന്നെ നസീർ സാർ അതിനെക്കുറിച്ചൊന്നും പറയാനും പോയില്ല. പിന്നെ അദ്ദേഹം അതായത് പറയാതെ പറഞ്ഞത്രേ ഷീല, പിന്നെ നമ്മൾ ഇത്രയും സിനിമകൾ അഭിനയിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ജോഡി ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഒരു പക്ഷേ അദ്ദേഹം അകലക്കുട്ടിയാണ് പറയുന്നത്, ആ പടത്തിലെ നായകൻ ആ നായികയെ യഥാർത്ഥ ജീവിതത്തിൽ വിവാഹം കഴിച്ചെന്നിരിക്കട്ടെ, എങ്കിൽ പിന്നെ ആ നായികയ്ക്ക് പിന്നെ പടങ്ങൾ ചെയ്യാൻ പറ്റുമോ? ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ? ആ നടന് പിന്നെ കൂടുതൽ ചിത്രങ്ങൾ അഭിനയിക്കാൻ പറ്റുമോ? മാത്രമല്ല ആ നായികയും ആ നായകനും തന്നെ അടുത്ത ചിത്രത്തിൽ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് അഭിനയിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം ഒന്ന് പോടേ, ഇയാളെ കല്യാണിച്ച് ഞങ്ങൾക്കറിയാം, ഒന്ന് പ്രേമിക്കാനൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറയില്ലേ എന്ന് സരസമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞിരുന്നെന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നസീർ സാറിൻ്റെ സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഞാൻ പലപ്പോഴും സിനിമയുടെ പത്രപ്രവർത്തകൻ TH കോടമ്പുഴ എന്ന ആളിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകും. നല്ല തമാശകൾ സാറ് പറയും സമയം കിട്ടിയാൽ. കാരണം മദ്രാസിൽ സെക്കൻഡ് സൺഡേ എന്നൊരു ദിവസം സിനിമ ഷൂട്ടിംഗ് പാടില്ല. ആ ദിവസം ഭയങ്കര തിരക്കായിരിക്കും മിക്കതും. എല്ലാ ദിവസങ്ങളും നസീർ സാറിൻ്റെ കൂടെ കാറിൽ യാത്ര ചെയ്തിട്ട് സ്റ്റുഡിയോയിൽ പോയി കാപ്പി കുടിക്കുന്ന സമയമോ അല്ലെങ്കിൽ എന്തെങ്കിലും സമയം മറ്റു സമയങ്ങളിലാണ് അദ്ദേഹമായിട്ട് 4 വാക്ക് സംസാരിക്കാൻ പറ്റുന്നത്. പുള്ളിക്കാരനാണെങ്കിൽ ഫുഡ് കഴിക്കാൻ ആ സമയം ഉച്ചയ്ക്ക് വീട്ടിൽ പോകും. അദ്ദേഹം വീട്ടിൽ പോയാണ് ഊണ് കഴിക്കുന്നത്. മദ്രാസിലാണെങ്കിൽ മിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. ശരീരം നന്നായിട്ട് സൂക്ഷിക്കും, എക്സർസൈസ് ചെയ്യും. നമ്മളത്തെ യുവാക്കളും ഒക്കെ കണ്ട് പഠിക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ആ മാതൃകാപരമായ ജീവിതം. അപ്പോൾ ഏതായാലും നസീർ സാറിൻ്റെ ആ പടങ്ങളുടെ ഈ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിലാണ് ഈ താജ് ബഷീർ ഷീലാമ്മയും പ്രേംനസീറുമായിട്ടുള്ള ബന്ധം പ്രണയത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചൊക്കെ ഞാൻ വായിച്ചു രസിച്ചു. പിന്നെ നമുക്ക് അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ചോദിക്കില്ല നമ്മളാരും ചോദിക്കുന്നത് ശരിയല്ല അങ്ങനെ ആരോടും. അതുകൊണ്ട് ഇപ്രാവശ്യം അത് കണ്ടപ്പോഴാണ് എനിക്ക് പ്രേംനസീർ സാറിൻ്റെ ലാളിത്യവും രീതിയും. ഇന്നും നമ്മൾ ആരെങ്കിലും ഒരു സിനിമ നടനോട് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാണെന്ന് ചോദിച്ചാൽ അവർ രണ്ടാമതൊന്നുമില്ല ചിന്തിക്കാതെ പറയും പ്രേംനസീർ. അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടും ഇന്നും ഓരോ മനസ്സിലും പ്രേംനസീർ 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 എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ലാളിത്യമായ ജീവിതവും ആര് പോയി കണ്ടാലും പുള്ളി സഹായിക്കുന്നുള്ളതാണ്. അഭിനയഭ്രാന്തമായിട്ട് വരുന്ന പലരെയും അദ്ദേഹം തിരിച്ച് നാട്ടിൽ പോകാനുള്ള വണ്ടിക്കൂലിയും കൊടുത്ത് ഉപദേശിച്ചു വിടും.
ഇത് എല്ലാവർക്കും കിട്ടുന്ന സൗഭാഗ്യമല്ല. ഒരുപാട് പരിശ്രമം വേണം. ഞാൻ പണ്ട് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യപ്പെട്ടിരുന്ന ആളല്ല. എങ്കിലും എൻ്റെ നിയോഗം ഇതായിരുന്നു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നമ്മൾ ചെറുപ്പത്തിൽ ആഗ്രഹിക്കുന്നത് വേറെ എന്തെങ്കിലും ആവാനായിരിക്കാം, എങ്കിലും പിൽക്കാലത്ത് നമ്മൾ എത്തിപ്പെടാം. പക്ഷേ എനിക്ക് ചെറുപ്പത്തിൽ എന്തോ ഒരുപാട് സിനിമകൾ കണ്ട് സിനിമയിൽ ഒന്ന് കയറി പറ്റണം. അത് അഭിനയമാണ് നമുക്ക് തോന്നിയത്. കാരണം അതല്ലേ അറിയാവുള്ളൂ, വേറെ ഒന്നും അറിയില്ലല്ലോ. ഫോട്ടോഗ്രാഫിയോ ഡയറക്ഷനോ അല്ലെങ്കിൽ ആർട്ട് ഡയറക്ഷനോ മേക്കപ്പോ വസ്ത്രാലങ്കാരമോ ഒന്നും അറിയില്ലല്ലോ. ആ കൂടി കൈമുതലായിട്ടുള്ളത് ഒന്ന് അഭിനയിക്കാം എന്നുള്ളതാണ് നമുക്കുള്ള ഒരു കൈമുതൽ. അങ്ങനെ ശ്രമിക്കാമെന്ന് വിചാരിച്ച പലർക്കും ഞാൻ അപേക്ഷ അയച്ചിട്ടുണ്ട്. അന്ന് 10-18 വയസ്സിലേ. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ചിരി വരും. എങ്കിലും എൻ്റെ മോഹം ഞാൻ എന്തെന്ന് വെച്ചാൽ, ഞാനൊരു ഉദ്യോഗം സമ്പാദിച്ചു. ബാംഗ്ലൂരിൽ 2-3 വർഷം ജോലി ചെയ്ത ശേഷം കയ്യിൽ കുറച്ച് പണം വെച്ചാൽ കുറച്ച് പൈസ അത് സമ്പാദിച്ച് മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെ, കുടുംബത്തെ വിഷമിപ്പിക്കാതെ ഞാൻ ഇങ്ങനെ നേരെ മദ്രാസിലേക്ക് പോയെന്ന് വെച്ചാൽ ഇന്നത്തെ ചെന്നൈ, അന്ന് മദ്രാസ്. പ്രധാനപ്പെട്ട ഡയറക്ടർമാരെല്ലാം കണ്ടു. അന്നത്തെ പ്രബല ഡയറക്ടറൊക്കെ അറിയാമല്ലോ, സേതുമാധവൻ സാറ്, PN മേനോൻ സാറ്, അവരൊക്കെയുള്ള ക്ലാസ് പടങ്ങൾ എടുക്കുന്ന ആളുകളൊക്കെ. അവരൊക്കെ കണ്ടിട്ട് പിന്നെ ശശികുമാർ സാറ്, AB രാജ് സാറുമാണ് ഈ ആക്ഷൻ പടം എടുക്കുന്ന ആൾ, ക്രോസ് വെട്ടിനുള്ളി സാറ്. അങ്ങനെ ഞാൻ പല ഡയറക്ടർമാരുടെയും കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷേ അവർക്കറിയാം, ഞാൻ ഡയറക്ടറായ ശേഷമാണ് മനസ്സിലാവുന്നത്, ഒരു 18 വയസ്സുകാരൻ പയ്യൻ എന്ത് വേഷം കൊടുക്കാൻ പറ്റുന്നത്? ഒന്നും പറ്റില്ല. ആ കാലത്ത് നായകൻ, നായിക, പിന്നെ ഒന്നുകിൽ നായികയ്ക്കൊരു സഹോദരൻ അല്ലെങ്കിൽ നായകനൊരു സഹോദരൻ. അതിന് വേറെ അഡീഷണലായിട്ട് എത്രയോ നടന്മാരവിടെ ഉണ്ട്. സുധീറുണ്ട്, രാഘവനുണ്ട്, വിൻസെൻ്റ് ഉണ്ട്. വിൻസെൻ്റൊക്കെ പിൽക്കാലത്ത് ഹീറോ ആയി. അങ്ങനെ എത്രയോ പേര്. പിന്നെയാണ് ഞാൻ മനസ്സിലായത്, സിനിമയിൽ നിന്ന് എങ്ങനെയും സിനിമയിൽ തന്നെ നിൽക്കണം. അതല്ലാതെ എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. എനിക്ക് സർക്കാർ ജോലിയോ ഒരു പ്രൈവറ്റ് കമ്പനി ജോലിയോ ഒന്നും ചെയ്യാൻ താല്പര്യമില്ല. മനസ്സ് മുഴുവൻ ഇതാണ്. കുടുംബത്തിലുള്ള പലരും ഗൾഫ് നാടുകളിലേക്ക് പോയി. അതിനോടും എനിക്ക് മോഹമില്ല. എങ്ങനെ ഈ സിനിമയിൽ എന്തെങ്കിലും ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹിച്ചാണ് ഞാൻ ക്രോസ് വെട്ടിനുള്ളി സാറിൻ്റെ കൂടെ ഞാൻ സംവിധാന സഹായിയായി ചേരാൻ അദ്ദേഹത്തോട് പോയി പറഞ്ഞതും, അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ എന്നോടൊപ്പം ജോഷിയുണ്ട്, പിന്നെ വേറെ ചന്ദ്രശേഖരൻ എന്നുള്ളുണ്ട്. ഏതായാലും ഈ പടം ഞാൻ മൈസൂരിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അടുത്ത പടം തുടങ്ങാറാവുമ്പോൾ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുക. ഉറപ്പ് പറയുന്നില്ല. നിങ്ങളൊക്കെ ചെറുപ്പക്കാർ ഇപ്പോഴേ ഈ ജീവിതം പാഴാക്കണോ? തുടർന്ന് പഠിക്കുകയോ എന്തെങ്കിലും ജോലി സമ്പാദിക്കുകയോ ചെയ്യുന്നതല്ലേ നല്ലത്. സിനിമയൊക്കെ ക്ഷണികമല്ലേ, എല്ലാവർക്കും അത് നല്ല രീതിയിലെത്താൻ പറ്റും. നമ്മുടെ കാഴ്ചപ്പാടിൽ എല്ലാവരും സിനിമയിൽ ഉയർന്ന രീതിയിൽ ജീവിക്കുന്നതാണ് നിങ്ങളുടെ തോന്നൽ. അങ്ങനെയൊന്നും അല്ല സിനിമ. ഏതായാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി സിനിമയിൽ തന്നെ വരണം, നിർബന്ധമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ശ്രമിക്കൂ. ഞാൻ നിരുത്സാഹപ്പെടുന്നില്ല. ഇപ്പോൾ ഏതായാലും എൻ്റെ ഈ സിനിമയിൽ ആളായി കഴിഞ്ഞു. അന്നൊക്കെ ഒരു ഡയറക്ടറെ കൂടെ 2 പേരേ ഉണ്ടാവുള്ളൂ. ഒരു അസോസിയേറ്റ് ഡയറക്ടർ, അന്ന് അസോസിയേറ്റ് എന്നൊരു പദവിയില്ല, സഹസംവിധാനം എന്നാ പറയുക, പിന്നെ സംവിധാന സഹായി. പിന്നീടാണ് അസോസിയേറ്റ് ഡയറക്ടർ, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ, സഹസംവിധാനം, സംവിധാന സഹായി, ചീഫ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ, ഇങ്ങനെ 10 പേര് 12 പേര്, ഇപ്പം അത്രയും പേര് വേണം. കാരണം ടെക്നിക്കലി ആയിട്ട് ഒരുപാട് പടം ഉയർന്നു കഴിഞ്ഞ് ഒരുപാട് ആർട്ടിസ്റ്റുകളായി ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യണം. അന്നൊക്കെ 10 ദിവസം 12 ദിവസം കൊണ്ടൊക്കെ പടം തീരുമല്ലോ. എൻ്റെ സിനിമയുടെ സ്നേഹമുള്ള സംഭവം ഞാൻ 14 ദിവസം കൊണ്ടാണ് തിരുവനന്തപുരത്ത് തീർത്തത്. അത് മമ്മൂട്ടി കേട്ടോ, നളിനി, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. പിന്നെ കണ്ടറിഞ്ഞു മമ്മൂട്ടി, മോഹൻലാൽ, റഹ്മാൻ, ലാലു അലക്സ്, ശിവജി, പിന്നെ ഒത്തിരി ആർട്ടിസ്റ്റ്, മാളരവിന്ദൻ, ഇന്നസെൻ്റ്, നദിയ മൊയ്തു, മേനക, സോമാലി ചേച്ചി, അടൂർ ഭവാനി, ഒരുപാട് ആർട്ടിസ്റ്റുള്ള പടമാണ്. നീ അറിഞ്ഞോ മേലേമാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്, പാട്ടക്കാരുള്ളതാണ്. അത് 18 ദിവസം കൊണ്ടാണ് ഞാൻ പാലക്കാട്ട് തീർത്തത്. അത് രാപകലാണ്. ഈ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി രാവിലെ വന്നാൽ രാവിലെ 7 മണിക്ക് ഷൂട്ടിങ് തുടങ്ങിയ പാക്കപ്പ് ചെയ്യുന്നത്, ഭക്ത നിർത്തുന്നത് പാക്കപ്പ് എന്താ പറയുക, രാത്രി 2 മണിയൊക്കെ ആവും. അങ്ങനെയായിരുന്നു അന്ന്. എന്നാൽ ഇന്നത്തെ അങ്ങനെയല്ല. ഇന്നത്തെ കാലഘട്ടം നല്ല നല്ല സിനിമകൾ വരുന്നുണ്ട്, ടെക്നിക്കലി ഇമ്പ്രൂവ്ഡാണ്, നല്ല നല്ല ഡയറക്ടർമാർ ഇപ്പോൾ ഉണ്ട്. പിന്നെ ഫാമിലി കഥകൾക്ക് ഇപ്പോൾ അത്ര പ്രാധാന്യം പോരാ, എന്തോന്നറിയില്ല. കാരണം എല്ലാം ഈ ന്യൂജൻ, അവർക്ക് കുടുംബ പടങ്ങളോട് താല്പര്യം, അവർക്ക് വെസ്റ്റേൺ ടൈപ്പ് പടങ്ങളും വ്യത്യസ്തമായ രീതികളൊക്കെയാണ്. ഏതായാലും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. പ്രേംനസീർ സാറിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ബന്ധുവായ താജ് ബഷീർ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇട്ടതും അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് നസീർ സാറിനെ കുറിച്ചൊന്ന് ഓർമ്മിപ്പിക്കണം, ഒന്ന് അറിയണം. ഇനി കുറേയധികം പറയാനുണ്ട്, അത് വേറൊരു അവസ്ഥയിലാവാം, ഇതിപ്പോൾ കൂടിപ്പോവും. തൽക്കാലം ഇത്രയും നിർത്തുന്നു. അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ലൈക്ക് ഞാൻ പറയാതെ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നില്ല, ചെയ്യണം. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ യൂട്യൂബിൽ ഒരു മത്സരം പോലെ പുതിയ പുതിയ നിയമങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം ഒരു മാസം ഇത്ര മണിക്കൂർ കണ്ടിരിക്കണം,
എന്നൊക്കെ സംഭവമുണ്ട്. അതൊക്കെ യൂട്യൂബിനെ പറ്റി പറയുന്ന ആൾക്കാർ പറയുന്നുണ്ട്, ഞാനത് കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സാധാരണ മുമ്പ് ആഴ്ചയിൽ ഒരെണ്ണം പോസ്റ്റ് കൊണ്ടിരുന്ന ആളാണ് ഞാൻ. വേറെയും ചില പരിപാടികളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനല്പം ഒരു മാസം ഒന്നൊക്കെ ആയിപ്പോകുന്നത്. മാത്രമല്ല മറ്റ് സംഭവങ്ങൾ കണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ആലോചിക്കും, ഞാൻ ഈ സിനിമയെക്കുറിച്ച് പറയുമ്പം ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. പക്ഷേ അങ്ങനല്ല. എൻ്റെ സുഹൃത്തുക്കൾ വിളിച്ച് പറയുന്നു, സാഹിബ് സാർ പഴയ കഥകൾ പറയുന്നത് കേൾക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അങ്ങനെ പറയുന്നത് വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. അതുകൊണ്ട് സിനിമയുടെ ആരംഭകാലം മുതൽ കേൾക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഒരുപാട് ആൾക്കാർ എനിക്ക് നേരിട്ട് ഫോൺ ചെയ്യുന്നുണ്ട്, എനിക്ക് വാട്സപ്പ് ചെയ്യുന്നുണ്ട്. അത് തുടർന്ന് ഞാൻ സിനിമയെക്കുറിച്ച് തന്നെ പറയാം. ഇടയ്ക്ക് ചില സംഭവങ്ങളോ അല്ല രാഷ്ട്രീയമോ വല്ലതും ഉണ്ടെങ്കിൽ ചെറിയൊരു മേമ്പടി പോലെ, എന്താ പുട്ടിൻ്റെ പീരീഡ് പോലെ എന്നൊക്കെ പറയുന്നത് പോലെ പറയാം. വീണ്ടും ഒന്നുകൂടി ഞാൻ നിങ്ങളിത് ഓർമ്മിപ്പിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം. തൽക്കാലത്തിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.